സോ ബിഗ് ബോസ് മലയാളം സീസൺ 7. സോ ഒരാഴ്ചയായി ബിഗ് ബോസ് സീസൺ തുടങ്ങിയിട്ട്. അപ്പൊ നമുക്ക് ഈ ഒരാഴ്ചത്തെ വിലയിരുത്തലിൽ നോക്കാം. മൊത്തം 19 കണ്ടസ്റ്റൻസ്, 20 കണ്ടസ്റ്റൻസ് ആണ്. പക്ഷെ ആദില നോറെ ഒന്നിച്ച് ഒരു കണ്ടസ്റ്റൻസ് ആയിട്ടാണല്ലേ നമ്മൾ കൂട്ടുന്നത്. അപ്പൊ 19 കണ്ടസ്റ്റൻസിൽ നമുക്ക് ഇതൊരു സീസൺ 7 ആയതുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പ് 7 ആരൊക്കെയാണെന്ന് നോക്കാം. അതൊരു കംപ്ലീറ്റ് വിലയിരുത്തലൊന്നും നടക്കില്ല. ഈ ഒരാഴ്ചത്തെ മൊത്തത്തിലുള്ള ഒരു പ്രകടനത്തിന്റെയും അവരുടെ ഒരു അപ്പിയറൻസിന്റെയും കാര്യത്തിൽ മാത്രമാണ് നോക്കുന്നത്. കാരണം മൊത്തത്തിൽ വിലയിരുത്താൻ പാകത്തിനുള്ള പെർഫോമൻസ് ഒന്നും എല്ലാവരുടെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടില്ല. ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പോലും അതിന് വേണ്ടിയിട്ടുള്ള ടാസ്കുകളും കാര്യങ്ങളും ഒന്നും നടത്തിയിട്ടില്ല. സ്റ്റിൽ നമ്മളൊരു എവിക്ഷനും കാര്യങ്ങളും ഒക്കെ ഈ ഒരാഴ്ച നടത്തുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരാഴ്ചത്തെ മൊത്തത്തിൽ നമ്മുടെ 19 കണ്ടസ്റ്റൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, അപ്പൊ എല്ലാവരുടെയും കഥകളും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല. നമ്മുടെ ടോപ്പ് 7 അത് ഞാൻ ഓർഡർ ആയിട്ടൊന്നും പറയുന്നില്ല, ഒന്നാമത് ഇന്നയാളാണ് രണ്ടാമത് ഇന്നയാളെന്നൊന്നും. കാരണം അത് അങ്ങനെ വിലയിരുത്തേണ്ട സമയമൊന്നും ആയിട്ടില്ല. ഞാനൊരു ടോപ്പ് 7 മൊത്തത്തിൽ അങ്ങോട്ട് ഷഫിൾ ചെയ്ത് പറയുകയാണ്. ഇവർക്കൊക്കെ ഒരു സ്കോപ്പ് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകും. അതോടുകൂടി നമുക്കൊരു കുറച്ചുകൂടി പ്രതീക്ഷിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. കാരണം 19 കണ്ടസ്റ്റൻസിൽ ആരൊക്കെ എന്തെങ്കിലും പ്രതീക്ഷകൾ വരും ആഴ്ചകളിൽ തരുമോ ഇല്ലയോ എന്ന് നോക്കാം. അവർ തന്നെയാണോ, പുതിയ ആൾക്കാർ ആരെങ്കിലും കയറി വരുമോ ഇല്ലയോ എന്നൊക്കെ അറിയാമല്ലോ. എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് നോക്കാം. 19 കണ്ടസ്റ്റൻസ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പലർക്കും പേര് പോലും പഠിച്ചു വരുന്നതൊക്കെ ഉള്ളൂ. എന്നാലും ഞാൻ പറയാം, ആദ്യം തന്നെ നമ്മുടെ കോമണർ ആയിട്ടുള്ള അനീഷ്, അതുപോലെ തന്നെ അനുമോൾ, അടുത്തത് നമ്മുടെ ആര്യൻ കഥൂരിയ, പിന്നെ കലാഭവൻ സരിക, പിന്നെ നമ്മുടെ അക്ബർ ഖാൻ, അടുത്തത് നമ്മുടെ RJ ബിൻസി, അതുപോലെ ഉനീൽ സാബു, ബിന്നി സെബാസ്റ്റ്യൻ, അഭിശ്രീ, ജന ഫാത്തിമ, രഞ്ജിത്ത് മുൻഷി, ജിസേൽ തക്രാൽ, ഷാരിക, ഷാനവാസ് ഷാനു, അതുപോലെ തന്നെ നെവിൻ ജോസ്, ആദില നോറ, ശൈത്യ സന്തോഷ്, രേണു സുധി ആൻഡ് അപ്പാനി ശരത്. അങ്ങനെ 19 കണ്ടസ്റ്റൻസ്. സോ ഇവരിൽ നിന്ന് നമ്മളൊരു 7 പേരുടെ പേരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് അനീഷ്, കോമണർ ആയിട്ടുള്ള അനീഷിന്റെ പേര് വെക്കാം. അനീഷ് ഇല്ലാതെ എന്ത് ഈ ഒരു സീസൺ, ആൾക്കാരെ വെറുപ്പിക്കോ എന്തു ആയിക്കൊള്ളട്ടെ, പ്രേക്ഷകർ എന്ത് വെറുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും സോഷ്യൽ മീഡിയ ചർച്ചകളിലും ബിഗ് ബോസ് ചർച്ചകളിലും അനീഷിന്റെ പേരുണ്ട്. ആൾ അടുത്ത ആഴ്ചയോ അതിന്റെ അടുത്ത ആഴ്ചയോ പുറത്തോട്ട് പോവുകയോ ചെയ്തുകൊള്ളട്ടെ വെറുപ്പിക്കുന്നതിന്റെ പേരിൽ. ബട്ട് സ്റ്റിൽ അവിടെ നിൽക്കുന്ന കുറെ വാഴ കണ്ടസ്റ്റൻസ്, അതായത് സെലിബ്രിറ്റി എന്നോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്നോ ലേബലിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്ന് നല്ലൊരു പേയ്മെന്റും വാങ്ങി പോകുന്ന കുറെ വാഴ കണ്ടസ്റ്റൻസിലും ഈ എത്രയോ ബെറ്റർ ആണ് അനീഷ്. പുള്ളി പഠിച്ചിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ ബിഗ് ബോസിലെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ എന്തൊക്കെ പറയണമെന്ന് പുള്ളി ബൈഹാർട്ട് ചെയ്ത് വന്നിട്ട് അത് ഡയലോഗായിട്ട് ഡെലിവർ ചെയ്യുന്നതോ എന്തുമായിക്കോട്ടെ, പുള്ളി റിപ്പീറ്റ് അടിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതൊക്കെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും പുള്ളി ഒരു വെറൈറ്റി ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പുള്ളി തന്നെ പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് വന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് പല കാര്യങ്ങളും. അതെല്ലാം നല്ല രീതിയിൽ വ്യക്തമാണ്. ബട്ട് സ്റ്റിൽ ഒരാഴ്ചയും പുള്ളിക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആകാതെ, അതുപോലെ തന്നെ പ്രൊവോക്ക് ആകാതെ പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങൾ പല രീതിയിലും ക്യാമറ സ്പേസ് നോക്കി 3, 4 അതും 10 തവണ ഒരേ കാര്യങ്ങൾ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞ് രജിസ്റ്റർ ചെയ്ത് പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരാഴ്ചയിൽ നമുക്ക് ടോപ്പ് 7-ൽ നമുക്ക് തന്നെ നമുക്ക് അനീഷിന്റെ പേര് പറയാൻ സാധിക്കും. അതായത് ടോപ്പ് 7 കണ്ടസ്റ്റന്റ് അല്ല, ടോപ്പ് 7-ൽ നമുക്ക് വരാൻ സാധിക്കുന്ന, നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന കണ്ടസ്റ്റൻസ് ആണ് കേട്ടോ. അപ്പം അനീഷ്. രണ്ടാമത് നമുക്ക് പറയാൻ പറ്റുന്ന അക്ബർ ഖാൻ, നമ്മുടെ മ്യൂസീഷ്യനും സിംഗറുമായിട്ടുള്ള അക്ബർ ഖാൻ വന്നു. കുറച്ച് റോങ് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ആളിറക്കി, അത്യാവശ്യം കുറച്ച് ഓവറായിട്ട് കുത്തിത്തിരിപ്പും അതുപോലെ തന്നെ കൂട്ടത്തിൽ നിന്ന് പണിയല് പരിപാടികളും എല്ലാം ഉണ്ട്. പരദൂഷണമുണ്ട്. നമ്മുടെ അപ്പാനി ശരത്തിന്റെ കൂടിയിരുന്ന് കുറച്ച് പരദൂഷണവും കുത്തിത്തിരിപ്പും, ഷാനവാസിനെതിരെയും അല്ലെങ്കിൽ അവർക്കെതിരെ കളിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗ്രൂപ്പായിട്ട് ആക്രമിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ബട്ട് അതൊക്കെ ഒരു സീസണിന്റെ പാർട്ട് ഓഫ് ദ ഗെയിം ആണ്. അതൊക്കെ ഉണ്ടാകും. പ്രേക്ഷക വെറുപ്പ് നേടിയെടുത്തു കഴിഞ്ഞാൽ ആള് പുറത്തു പോകും. ബട്ട് സ്റ്റിൽ ഒരു നായകൻ ഉണ്ടാകുമ്പോൾ വില്ലനും വേണമെന്ന് പറയുന്നത് പോലെ തന്നെ അങ്ങനെ ആൾക്കാരും വേണം. കുറച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റോട് കൂടി നിൽക്കുന്ന ആൾക്കാരും വേണമല്ലോ. സോ അക്ബർ ഖാൻ അത്രയ്ക്കും ഇല്ലെന്നുണ്ടെങ്കിൽ പോലും ടാസ്കുകളിലൊക്കെ ആള് ഭയങ്കര പെർഫെക്റ്റ് ആണ്. കഴിഞ്ഞ ഈ ഒരു ആഴ്ചയിലെ പല ടാസ്കുകളിലും ആളാണ് വിൻ ചെയ്തിരിക്കുന്നത്. സോ ഒരു ടാസ്കുകളിലൊക്കെ ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി ഭയങ്കരമായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ആൾ കൂടിയാണ് അക്ബർ ഖാൻ. സോ നമുക്ക് അക്ബർ ഖാനെ നമുക്ക് ഈ ഒരു ടോപ്പ് 7 ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നതായിരിക്കും. കുഴപ്പമില്ലാത്തൊരു കണ്ടസ്റ്റന്റ്. മുന്നോട്ടുള്ള ആഴ്ചകളിൽ മികച്ച രീതിയിൽ വരുമെന്ന് കരുതുന്നു. നല്ല നല്ല പ്ലാനിങ്ങുകളും കാര്യങ്ങളും ആൾക്കുണ്ട്. സോ അക്ബർ ഖാൻ.
അടുത്ത് നമുക്ക് പറയാൻ സാധിക്കുന്നത് ആര്യൻ കതൂരിയ, ഒരു യങ് ആക്ടർ കാറ്റഗറിയിൽ ബിഗ് ബോസ് സീസൺ 7 വന്നു. അത്യാവശ്യം ചുറുചുറുക്കോടെ ഗെയിമുകളും ടാസ്കുകളും ഒക്കെ ചെയ്യാൻ ആര്യനെ കൊണ്ട് പറ്റുന്നുണ്ട്. അത്യാവശ്യം അഭിപ്രായങ്ങളും നിലപാടുകളും ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു ഹ്യൂമൻ ബീയിങ് എന്ന രീതിയിൽ പല അബദ്ധങ്ങളും ആവശ്യമില്ലാത്ത ആംഗ്യങ്ങളും ഒക്കെ കാണിച്ച് കുറച്ച് കോൺട്രവേഴ്സികളിലൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് വരും ദിവസങ്ങളിൽ. നമുക്ക് നോക്കാം. പുള്ളിയും പിന്നെ പല സ്ട്രാറ്റജികളും മാറി മാറി ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും വിജയിക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ ലവ് ട്രാക്ക് പിടിക്കാനുള്ള ചില ശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ പുള്ളി നോക്കുന്നുമുണ്ട്. സോ അതൊക്കെ ഒരു പാർട്ട് ഓഫ് ദി ഗെയിം ആയിട്ട് പുള്ളി അതിന്റെ സൈഡിൽ കൂടെ തന്നെ നടത്തിക്കൊള്ളട്ടെ. ഈ ഒരു സീസണിലേക്ക് നോക്കുമ്പോൾ, മറ്റ് കണ്ടസ്റ്റൻസിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ, ടാസ്കുകളിലും മറ്റു പെർഫോമൻസുകളിലും ഒക്കെ വെച്ച് നോക്കുമ്പോൾ, ഈ ഒരു സീസണിലേക്ക് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു എന്താ പറയുന്ന പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് തന്നെ നമുക്ക് പറയാം ആര്യൻ കതൂരിയനെ. അടുത്തത് നമ്മുടെ ഷാനവാസ് ഷാനുവിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിയുമ്പം അത്യാവശ്യം ഫിസിക്കൽ ടാസ്കുകളിലൊക്കെ പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പങ്കെടുക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. പുള്ളിയുടെ പ്രായമോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളും മരുന്ന് കഴിക്കുന്നുണ്ടെന്നൊക്കെ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ പോലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫിസിക്കൽ ടാസ്കുകളിലൊക്കെ ഗെയിം ചെയ്യുന്നുണ്ട്. ബുദ്ധിപരമായ പല നീക്കങ്ങളും ബുദ്ധിപരമായ രീതിയിൽ പല സ്ട്രാറ്റജികൾ വർക്കൗട്ട് ആക്കാനും പലരുടെ ഗെയിമുകൾ മനസ്സിലാക്കാനും ഒക്കെ പുള്ളിയെ കൊണ്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അധികം സംസാരിച്ചും അല്ലെങ്കിൽ വളവള നടിച്ചും ഓവറായിട്ട് സംസാരിച്ച ആളുകളെ കയ്യിലെടുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല. ബട്ട് ഗെയിമുകളിലും പുള്ളി മൈൻഡ് ഗെയിമുകളിലും എല്ലാം പുള്ളി ഓക്കെയാണ്, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരാഴ്ച വരുന്ന ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ടും ഷാനവാസ് വന്നിരിക്കുന്നത്. സോ ഷാനവാസിനെ നമുക്ക് ഈ ഒരു ടോപ്പ് 7 കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും. വരുന്ന ആഴ്ചകളിലൊക്കെ മികച്ചൊരു പ്രകടനം നടത്താൻ സാധിക്കുമെന്ന് കരുതുന്നു. അടുത്തത് നമുക്ക് ബിന്നി സെബാസ്റ്റ്യൻ, ഡോക്ടർ, അതുപോലെ തന്നെ ആക്ട്രസ് ഒക്കെ ആയിട്ട്, സീരിയൽ ആക്ട്രസ് ഒക്കെ ആയിട്ട് ബിഗ് ബോസ് സീസൺ 7 വന്നിട്ടുള്ള ബിന്നി സെബാസ്റ്റ്യൻ വന്നപ്പോൾ മുതൽ നല്ല ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നത്. തൻ്റെ നിലപാടുകളും അഭിപ്രായങ്ങളും വ്യക്തമായിട്ടും വളരെ ക്ലിയർ ആയിട്ടും എല്ലാവരോടും തുറന്നു പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ ഗെയിമിലാണെങ്കിലും ടാസ്കിലാണെന്നുണ്ടെങ്കിലും ആള് കുറച്ച് ചെറുതാണെന്നുണ്ടെങ്കിൽ പോലും ഫിസിക്കൽ ടാസ്കുകളിൽ പോലും മെയിൽ കണ്ടസ്റ്റൻസിനോടൊപ്പം തന്നെ കട്ടയ്ക്ക് നിന്ന് മത്സരിക്കാൻ കാണിക്കുന്നുണ്ട്. എന്തൊക്കെ ഗെയിമുകളാണോ ഈ ഒരാഴ്ച നടന്നത് അതിൽ ഒരു നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാണിക്കാൻ ബിന്നിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്സിമം എഫോർട്ട് ഇട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അഭിപ്രായങ്ങളൊക്കെ ആണെങ്കിലും വളരെ ശക്തമായി തന്നെ ആരുടെ മുഖത്ത് നോക്കി പറയാനും ഉള്ള ഒരു ധൈര്യവും കാണിക്കുന്നുണ്ട്. സോ ബിന്നിയെ നമുക്ക് ഈ ഒരു ടോപ്പ് 7 നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. സോ ഇപ്പൊ മൊത്തം 5 പേരായി. അടുത്തത് നമുക്ക് ഇനി പറയാനുള്ളതെന്ന് പറയുന്ന അപ്പാനി ശരത്തിനെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. വേറൊന്നുമല്ല, ആള് നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത്. കുറച്ച് ഓവറായിട്ട് ഡയലോഗുകളൊക്കെ ഉൾപ്പെടുത്തി, അല്ലെന്നുണ്ടെങ്കിൽ അപ്പാനി രവിയുടെ ഒരു ക്യാരക്ടർ വിടാതെ റോളുകളിലൊക്കെ വരുന്നത് പോലെ തന്നെ ആ ഒരു ക്യാരക്ടർ വിടാതെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കുറച്ച് പിന്നെ പരദൂഷണവും കുത്തിത്തിരിപ്പും ഒക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. പിന്നെ ഗെയിമുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നെഗറ്റീവ് രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും ഗെയിമുകളൊക്കെ പ്ലാൻ ചെയ്ത് പലതും ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ പുള്ളിയുടെ സൈഡിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ബിക്കോസ് ഒന്നും ചെയ്യാതെ അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിലെയും ബെറ്റർ ആണല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും. കാരണം നമ്മളത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നതല്ല, നമ്മൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെന്നിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്കത് എന്തും ആയിക്കോട്ടെ, നമ്മളവിടെ വെറുതെ ഇരുന്നില്ലല്ലോ. കുറെ വാഴകളായിട്ട് അവിടെ ഇരുന്ന് ന്യൂട്രൽ അടിച്ച് ഫിനാലെ വരെ എത്തുന്നതിലും ബെറ്റർ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എവിറ്റായി പോരുന്നതാണല്ലോ. സോ നമുക്ക് അപ്പാനി ശരത്തിനെയും ഒരു പരിധി വരെയും നമുക്ക് അതിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളി സംസാരിക്കും, ആരുടെ മുഖത്ത് നോക്കി സംസാരിക്കും, ഗെയിമുകളിലൊക്കെ പുള്ളി നിന്നോളും. അത്യാവശ്യം പ്ലാനിങ്ങുകളും കുരുട്ടുബുദ്ധിയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു ടോപ്പ് 7 പുള്ളിനെയും കൂടെ ഉൾപ്പെടുത്താം. അടുത്തൊരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് RJ ബിൻസി. അപ്പം ഈ ഒരു മൊത്തത്തിലുള്ള ഒരാഴ്ചയെ നോക്കി കഴിയുമ്പോൾ ഇനിയുള്ള കണ്ടസ്റ്റൻസിൽ ഉള്ളതിൽ ഭേദമെന്ന് പറയുന്നത് RJ ബിൻസിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം, ഫൈറ്റ് ചെയ്യാൻ അറിയാം, ഗെയിമിനെ കുറിച്ച് അറിയാം, പ്ലാൻ ചെയ്യാൻ അറിയാം. സോ എങ്ങനെ, എവിടെ, ഏത് രീതിയിൽ എന്നൊക്കെ നല്ല ബോധ്യമുണ്ട്. സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ്. അതല്ലാതെ ഒരു ഗെയിമിലേക്ക് കാര്യമായ സംഭാവനകളോ അല്ലെങ്കിൽ ടാസ്കിലേക്ക് കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസോ ഒന്നും നടത്തിയിട്ടില്ല. ബട്ട് സ്റ്റിൽ നടത്താൻ പറ്റുമെന്ന് പ്രതീക്ഷയുള്ള കണ്ടസ്റ്റന്റ് കൂടി ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ടോപ്പ് 7 അല്ലെങ്കിൽ നമ്മുടെ ടോപ്പ് 7 ഉൾപ്പെടുത്തുകയാണ്. അപ്പൊ മൊത്തം 7 പേരായി ഈ ഒരു ടോപ്പ് 7. ഇനി നമുക്ക് കുറച്ച് ഇവരിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രതീക്ഷകൾ നൽകാൻ പറ്റുന്ന, നമുക്ക് ടോപ്പ് 7 എന്ന് പറയുമ്പോൾ 7 പേരല്ലേ ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ. എന്നിരുന്നാൽ പോലും ഒരു 2-3 പേരുടെ പേരും കൂടെ നമുക്കൊരു ഹോപ്പ് ലിസ്റ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ജിസേൽ
തക്രാർ. കുഴപ്പമില്ല. ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ആശയങ്ങളും എല്ലാം പുറത്തേക്ക് വരുന്നുണ്ട്. അഭിപ്രായങ്ങളാണെന്നുണ്ടെങ്കിലും നിലപാടുകളാണെന്നുണ്ടെങ്കിലും പറയാൻ പറ്റുന്ന ഒരു അവസരങ്ങളിലെല്ലാം പുറത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടാസ്കുകളിലൊക്കെ ആൾ അടിപൊളിയാണ്. നല്ല രീതിയിൽ ടാസ്ക് ചെയ്യുന്നുണ്ട്. സോ ഈ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ മികച്ച രീതിയിൽ തന്നെ നിൽക്കാൻ ജിസേൽ തക്രാറിന് സാധിക്കും. സോ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് ജിസേൽ. അതുപോലെ തന്നെയാണ് നമ്മുടെ റെന ഫാത്തിമേനെ ഞാൻ ഉൾപ്പെടുത്തുകയാണ്. മിക്കവാറും പുറത്തേക്ക് കളയണോ വേണ്ടയോ എന്ന് അറിയത്തില്ല. കാരണം നമ്മൾ ആദ്യ ഒരു 1-2 ദിവസം വിചാരിച്ചു മികച്ചൊരു കണ്ടസ്റ്റന്റ് ആയിരിക്കും, ആകാൻ സാധ്യത ഉണ്ടായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിൽ പോലും പിന്നീട് ഓരോ ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ആ അവനാഴിയിലെ അമ്പുകളെല്ലാം തീർന്നു എന്നൊക്കെ പറയുന്നത് പോലെയാണ്. കുറച്ച് പഠിച്ചുകൊണ്ട് വന്ന് സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ആദ്യം 1-2 ദിവസം വ്യക്തമായ അഭിപ്രായങ്ങളും നിലപാടുകളും ഒക്കെ പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ട് എല്ലായിടത്തും പോയിട്ട് പറയുന്നുണ്ടായിരുന്നു, കണ്ടസ്റ്റൻസുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാവരെയും മനസ്സിലാക്കുന്നുണ്ടായിരുന്നു, ഒരു ഓഡിയൻ ആയിട്ടിരുന്ന് എല്ലാ കണ്ടസ്റ്റൻസിനെയും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ വന്ന് നോക്കുമ്പം വളരെ കുഞ്ഞു പിള്ളേരെ പോയിട്ട് ചൈൽഡിഷ് ആയിട്ട് എല്ലാവരുടെ അടുത്തും പോയിട്ട് ചൊറിഞ്ഞ് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെറുതെ കരഞ്ഞു മുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ നമുക്ക് പ്രതീക്ഷ കുറച്ച് കൊടുക്കാൻ പറ്റും ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ. സോ നമുക്ക് ഒരു ഹോപ്പ് ലിസ്റ്റിലേക്ക് നമുക്ക് റെന ഫാത്തിമേനെയും കൂടെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ അഭിശ്രീ ടാസ്കുകളിൽ ഓക്കെയാണ്. ബട്ട് അഭിപ്രായങ്ങളിലൊന്നും പറഞ്ഞ് എല്ലായിടത്തും ഒന്നും കാണുന്നില്ല. വളരെ സൈലന്റ് ആയിട്ട് അവിടെ ഇരിക്കുന്നു. ബട്ട് ടാസ്കുകളിലൊക്കെ വളരെ ആക്റ്റീവ് ആണ്. കാലിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ഭയങ്കര ആക്റ്റീവായിട്ട് തന്നെ എല്ലാ ടാസ്കുകളിലും അഭിശ്രീയും പങ്കെടുക്കുന്നുണ്ട്. സോ നമുക്ക് ടോപ്പ് 7ലേക്ക് തന്നെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരാൾ കൂടിയായിരുന്നു. ബട്ട് ആ ഒരു ലിസ്റ്റിലേക്ക് ഇനി നമ്മൾ ഓൾറെഡി 7 പേര് പറഞ്ഞുപോയി. ബട്ട് നമുക്ക് ഈ പറയുന്നത് പോലെ വരും ആഴ്ചയിലൊക്കെ പ്രതീക്ഷ നൽകാൻ പറ്റുന്ന, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കണ്ടന്റുകൾ കിട്ടും എന്ന് കരുതുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അഭിശ്രീയും. നല്ല രീതിയിൽ തന്നെ ഗെയിം ചെയ്യുന്നുണ്ട്. അപ്പം മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അഭിപ്രായങ്ങളും വ്യക്തമായ നിലപാടുകളും ഒക്കെ എടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇത്രയും കണ്ടസ്റ്റൻസ് ആണ് എൻ്റെ ഒരു മൊത്തത്തിലുള്ള അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ മൊത്തത്തിൽ ഈ ഒരു സീസൺ, ഈ ഒരാഴ്ച നോക്കിയിട്ട് നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത്. ടോപ്പ് 7 ആദ്യം പറഞ്ഞവരും അതുപോലെ തന്നെ 2-3 പേരുടെ പേരൂടെ പറഞ്ഞവരും ഒക്കെ പ്രതീക്ഷകൾ നൽകുമെന്ന് എനിക്ക് തോന്നുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് ആണ്. ബാക്കി എല്ലാം ബാക്കി കണ്ടസ്റ്റൻസ് എല്ലാം വെറും വാഴകൾ എന്ന് തന്നെ പറയാനുള്ളൂ. വെറുതെ കുറച്ച് പേയ്മെന്റ് വാങ്ങാൻ വേണ്ടി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്ന് തിന്നു കുടിച്ച് നിൽക്കുന്നു. ബിഗ് ബോസ് എന്താണെങ്കിലും അതിന് പറ്റുന്ന പണികളൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ പ്രത്യേകിച്ച് ആരും തന്നെ പുറത്തേക്കൊന്നും വന്നിട്ടില്ല. ബാക്കിയാരുടെ കാര്യം ഞാൻ പറഞ്ഞു, വെറുതെ സമയം കളയുന്നില്ല. അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളൊന്ന് കമന്റായിട്ട് അറിയിക്കുക. വേറെ ഏതെങ്കിലും കണ്ടസ്റ്റൻസിനെ പറ്റി നിങ്ങൾക്ക് പറയാനുണ്ടോ, നമുക്ക് പ്രതീക്ഷിക്കാൻ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസ് ആരൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് കമന്റായിട്ട് അറിയിക്കുക. നമുക്ക് നോക്കാം വരും ആഴ്ചകളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ. സോ നമ്മൾ എവിക്ഷന്റെ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഉച്ച 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴത്തേന് എവിക്ഷൻ, അല്ലെന്നുണ്ടെങ്കിൽ സാറ്റർഡേ സൺഡേ ഷൂട്ടൊക്കെ തുടങ്ങും. അപ്പം സാറ്റർഡേ ഒരു എവിക്ഷനോ അതോ ഇനി 2 എവിക്ഷൻ ഉണ്ടാവുമോ എന്നറിയത്തില്ല. 7ന്റെ പണിയായിട്ട് വൈൽഡ് കാർഡിനെ കയറ്റി വിടാൻ വേണ്ടിയിട്ടൊക്കെ 7ന്റെ പണിയായിട്ട് 2 പേരെ പുറത്താക്കുകയില്ലോ എന്നൊന്നും അറിയത്തില്ല. നമുക്ക് നോക്കാം. ബട്ട് നമുക്കൊരു ഈവനിങ്ങോടെയൊക്കെ ആയിരിക്കും മിക്കവാറും എവിക്ഷന്റെ അപ്ഡേറ്റുകളൊക്കെ കിട്ടാൻ സാധ്യത. ഇപ്പം 2 എവിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സാറ്റർഡേ ഒരു എവിക്ഷനും സൺഡേ ഒരു എവിക്ഷനും ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരു എവിക്ഷനെങ്കിലും ഇന്ന് അറിയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് രാത്രിയിലൊക്കെ ആകും രണ്ടാമത്തെ ഒരു എവിക്ഷൻ റിപ്പോർട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.